ഭരണഘടന നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ശക്തിപ്പെടുത്തിയ ചരിത്രപരമായൊരു നിയമനിർമ്മാണമുണ്ട് വിവരാവകാശം. വിവരാവകാശ നിയമനിർമ്മാണം നടന്നിട്ട് ഇന്നേക്ക് 1/4 നൂറ്റാണ്ട്. വിവരാവകാശ നിയമനിർമ്മാണം നടന്നിട്ട് 1/4 നൂറ്റാണ്ടിന് ഇപ്പുറവും പൗരന്റെ അവകാശങ്ങൾ പലവിധ വെല്ലുവിളികൾ നേരിടുകയാണ്. പൊതു അധികാര സ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കുന്നതിനും പൊതു അധികാര കേന്ദ്രങ്ങളുടെ പ്രവർത്തനത്തിൽ സുതാര്യതയും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കുന്നതിനും ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിലനിർത്തുന്നതിനും അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുമുള്ള വിവരാവകാശ നിയമം ഭരണഘടനാ പ്രകാരമോ ലോക്സഭയുടെയോ നിയമസഭകളുടെയോ നിയമം വഴിയോ സർക്കാർ വിജ്ഞാപനം വഴിയോ നിലവിൽ വന്നതോ രൂപീകരിക്കപ്പെട്ടതോ ആയ എല്ലാ അധികാരികളും സ്ഥാപനങ്ങളും സർക്കാരിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ സഹായധനം ലഭിക്കുന്ന സർക്കാർ ഇതര സംഘടനകളും ഈ നിയമത്തിന്റെ പരിധിയിൽ വരും. സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ സഹായധനം നൽകുന്ന സ്ഥാപനങ്ങൾ എന്നിവയുടെ അധീനതയിലുള്ള ഒരു ജോലിയോ പ്രമാണമോ രേഖയോ പരിശോധിക്കുന്നതിനുള്ള അവകാശം, രേഖയുടെയോ പ്രമാണത്തിൻ്റെയോ കുറിപ്പുകളോ സംക്ഷിപ്തമോ എടുക്കൽ, സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ മുതലായ രൂപത്തിൽ പകർപ്പായി ലഭിക്കാനും ഏതൊരു പൗരനും അവകാശമുണ്ടെന്ന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു. എന്നിട്ടും ജൂൺ 30 വരെയുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ രാജ്യത്ത് 4.13 ലക്ഷം അപ്പീലുകളാണ് കെട്ടിക്കിടക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇത്? ആരാണ് അതിന് ഉത്തരവാദി? ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.